അനുതപിക്കുന്ന കൊലപാതകിയെപ്പോലും അടയാളമിട്ട് രക്ഷിക്കുന്ന കരുണാർദ്ര സ്നേഹം. പാപിയെ പേര് ചൊല്ലി വിളിച്ച് തേടിയെത്തുന്ന ദൈവത്തിന്റെ കരുണാർദ്ര സ്നേഹവും അനുതാപത്തിലൂടെ പാപിക്ക് കൈവരിക്കാവുന്ന അനുഗ്രഹവും പാപത്തിന്റെ എല്ലാവിധ ഭവിഷ്യത്തുകളെയും ദൂരെ അകറ്റും. അനുതപിക്കുന്ന കൊടും പാപിയുടെ പോലും കണ്ണുനീരിന് ദൈവഹൃദയത്തെ ആർദ്രമാക്കാനും അവിടുത്തെ കരളലിയിക്കാനും കഴിയും. സഹോദരനെ കൊന്ന കൊലപാതകിയായ കായന്റെ അനുഭവം ഇതിന് ഉത്തമ ഉദാഹരണമാണ്. കായേനും ആബേലും ദൈവത്തിന് കാഴ്ചകൾ സമർപ്പിച്ചു. ആബേലിലും അവന്റെ കാഴ്ച വസ്തുക്കളിലും അവിടുന്ന് പ്രസാദിച്ചു. എന്നാൽ കായേനിലും അവന്റെ കാഴ്ച വസ്തുക്കളിലും അവിടുന്ന് പ്രസാദിച്ചില്ല. ഇത് കായേനെ അത്യധികം കോപിപ്പിച്ചു. സ്വന്തം സഹോദരന്റെ ഉയർച്ചയിൽ അസൂയ പൂണ്ട കായേൻ കോപിഷ്ഠനായി. അവന്റെ മുഖം കറുത്തിരുണ്ടു. കായേൻ തിന്മയുടെ സ്വാധീന വലയത്തിലാകാൻ പോകുന്നു എന്നതാണ് ഇത് സൂചിപ്പിക്കുന്നത്. എന്നാൽ അവൻ തിന്മയ്ക്ക് അടിമപ്പെടുന്നതിന് മുമ്പ് തന്നെ കർത്താവ് അവനെ തേടിയെത്തി. അവിടുന്ന് കായേനോട് ചോദിച്ചു, നീ കോപിച്ചിരിക്കുന്നത് എന്തുകൊണ്ട്? നിന്റെ മുഖം വാടിയിരിക്കുന്നത് എന്തുകൊണ്ട്? ഉചിതമായി പ്രവർത്തിച്ചാൽ നീയും സ്വീകാര്യനാവുകയില്ലേ? അവിടുന്ന് അവനെ ഓർമ്മിപ്പിച്ചു. നല്ലത് ചെയ്യുന്നില്ലെങ്കിൽ പാപം വാതിൽക്കൽ തന്നെ പതിയിരിപ്പുണ്ട്. അത് നിന്നിൽ താല്പര്യം വെച്ചിരിക്കുന്നു, നീ അതിനെ കീഴടക്കണം. ഉൽപ്പത്തി 4 1 മുതൽ 7 വരെയുള്ള വാക്യങ്ങൾ. മനുഷ്യൻ തിന്മയ്ക്ക് അടിമയാകാതെ തിന്മയെ അവൻ അടിമപ്പെടുത്തണം എന്ന് സാരം. ദൈവസ്വരത്തിന് ചെവി കൊടുക്കാതെ കായേൻ സ്വന്തം സഹോദരനായ ആബേലിനെ കൊന്നു. കർത്താവ് കായേനോട് ചോദിച്ചു, നിന്റെ സഹോദരൻ എവിടെ? സഹോദരന്റെ കാവൽക്കാരനാണോ ഞാനെന്ന് ചോദിച്ച് പാപത്തിൽ നിന്ന് ഒഴിഞ്ഞു മാറാൻ ശ്രമിച്ചെങ്കിലും ദൈവത്തിന്റെ ശിക്ഷാവിധിക്ക് മുമ്പിൽ കായേൻ അനുതാപചിത്തനായി. അവൻ പറഞ്ഞു, കർത്താവേ, എനിക്ക് വഹിക്കാവുന്നതിലും വലുതാണ് ഈ ശിക്ഷ. അവിടുത്തെ സന്നിധിയിൽ നിന്ന് ഞാൻ ഒളിച്ചു നടക്കണം. ഞാൻ ഭൂമിയിൽ ഉഴലുന്നവനായിരിക്കും. കാണുന്നവരെല്ലാം എന്നെ കൊല്ലാൻ നോക്കും. ഉൽപ്പത്തി 4:13-14 വാക്യങ്ങൾ. കർത്താവ് കരുണാർദ്രനായി. അവിടുന്ന് പറഞ്ഞു, ഒരിക്കലുമില്ല. കായനെ കൊല്ലാതിരിക്കാൻ കർത്താവ് അവന്റെ മേൽ ഒരടയാളം പതിച്ചു. 4:16. അനുതപിക്കുന്ന കൊലപാതകിയെപ്പോലും അടയാളമിട്ട് രക്ഷിക്കുന്ന ദൈവസ്നേഹമാണ് ഇവിടെ പ്രകടമാകുന്നത്. തിന്മ മനസ്സിൽ ഉദിക്കുമ്പോൾ തന്നെ താക്കീത് നൽകുകയും എത്ര വലിയ വീഴ്ചയായാൽ പോലും അനുതപിക്കുന്ന പാപിക്ക് തൻ്റെ കടം ഇളച്ചു കൊടുക്കുകയും ചെയ്യുന്ന ഈ ദൈവസ്നേഹം നമുക്ക് സുപരിചിതമാണോ? ദൈവമേ, അങ്ങയുടെ കരുണാർദ്ര സ്നേഹത്തിനും സംരക്ഷണത്തിനും പാത്രമായ കൊലപാതകിയെങ്കിലും അനുതാപിയായ കായനെ പോലെ അനുതാപമുള്ള ഒരു ഹൃദയം തന്ന് കരുണയോടെ ഞങ്ങളെ അനുഗ്രഹിച്ച് ആശീർവദിക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. സർവശക്തൻ നമ്മെ അനുഗ്രഹിച്ച് ആശീർവദിക്കട്ടെ. ആമേൻ.